കാറിന് തീപിടിച്ച് യുവതി മരിച്ച സംഭവത്തിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ തീപിടുത്തത്തിനുള്ള കാരണം അത് പെട്രോൾ എന്നാണ് പോലീസ് പറയുന്നത്. പെട്രോൾ എങ്ങനെ കാറിൽ എത്തി എന്നതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത്. ഹായ് ഹലോ നമസ്കാരം. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വെള്ളിയാഴ്ച കോഴിക്കോട് വടകരയില് ഒരു കാറിനുള്ളിൽ ഒരു ഗർഭിണി കാറിന് തീ പിടിച്ച് മരിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം അവരൊരു 6 7 മാസം ഗർഭിണിയായിരുന്നു പറയുന്നു. അതിൽ 60% പൊള്ളലോടെ അവരുടെ ഭർത്താവ് റിജിലാല് രക്ഷപ്പെട്ടിരുന്നു. അപ്പൊ ആ സംഭവത്തുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം ദുരൂഹതകൾ കടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ആ ദുരൂഹതകൾ മെയിൻ സ്ട്രീം ചാനൽ അടക്കമുള്ള വ്യത്യസ്ത മാധ്യമ ചാനലുകൾ എടുത്ത് ചർച്ചയായിട്ടുണ്ടായിരുന്നു. നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് തിരക്കായതുകൊണ്ട് അന്ന് വീഡിയോ ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഇന്ന് നമുക്ക് ഈ വീഡിയോ ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഇത് ദുരൂഹതയാണ് എന്ന് ബന്ധുക്കൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് കുറേയധികം കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കല്യാണത്തിന് മുന്നേ തന്നെ ഇവരൊരു പ്രണയവിവാഹമാണ്. റിജിലാല് ആൻഡ് സോന എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് ഇന്ന് മരിച്ചിരിക്കുന്നത്. തന്റെ ഭർത്തു വീട്ടിൽ നിന്ന് കുറേയധികം ഒരുപാട് അപവാദങ്ങളും പിന്നെ അതുപോലെ തന്നെ കുറേയധികം പീഡനങ്ങളും ഏറ്റിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭക്ഷണം പോലും നേരെ ചൊവ്വേ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല. അത് മറ്റൊരു സുഹൃത്തിനോടോ ബന്ധുക്കളോടോ ഒക്കെ സോന സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒരു കാര്യങ്ങളാണ് പറയുന്നത്. എന്താണെങ്കിലും ഇരുവരെയും പ്രണയവിവാഹമാണ്. ഈ വിവാഹത്തിന് മുന്നേ തന്നെ റിജിലാൽ എന്ന് പറഞ്ഞ വ്യക്തി വേറൊരു പെൺകുട്ടിയെ സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് സോന അറിഞ്ഞു. അത് ഭയങ്കര വിഷയമായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പിടിവലിയോടെ അങ്ങനെ തുടങ്ങിയ ഒരു വിവാഹമാണ്. വിവാഹശേഷം അത്ര ദാമ്പത്യ ജീവിതം അത്ര സുഖകരമല്ല എന്ന് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഒക്കെയായാലും കുറച്ചധികം കാര്യങ്ങൾ ന്യൂസിൽ വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യഘട്ടത്തിൽ ഈ ഒരു അപകടം അതൊരു ആക്സിഡന്റ് ആയിരുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പ്രാഥമികമായിട്ട് പുറത്തു വന്നത്. പിന്നീട് ഓരോ ദിവസം കൂടുന്തോറും ഈ ഒരു സോനയുടെ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ ദുരൂഹത ഏറുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കാർ കത്തിയിട്ട് 6 മാസം ഗർഭിണിയായ കോഴിക്കോട് കക്കറമുക്ക് സ്വദേശി റിജിലാലിന്റെ ഭാര്യ മരിക്കുന്നത്. അതിദാരുണമായിട്ടുള്ള സംഭവമായിരുന്നു. പിന്നാലെ പോലീസ് അന്വേഷണം നടക്കുന്നതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കാറിന്റെ മുൻവശവും പിൻവശവും കത്തിയിട്ടില്ല. കാറിന്റെ ഉൾവശം മാത്രമാണ് കത്തിയത്. അതിലൊരു ദുരൂഹത ആരോപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ബന്ധുക്കളടക്കം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാറിൽ പെട്രോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ് പോലീസ്. ആദ്യഘട്ടത്തിൽ തന്നെ പോലീസും ഇതിലൊരു ദുരൂഹത സംശയിച്ചിരുന്നു SKN. കാരണം ഈ ഷോർട്ട് സർക്യൂട്ട് അല്ല തീപിടുത്തത്തിന് കാരണം എന്ന പോലീസ് കണ്ടെത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഈ കാറിനുള്ളിൽ നിന്ന് ലഭിച്ച സാമ്പിളുകളെല്ലാം ഫോറൻസിക് പരിശോധനയ്ക്ക്. നിലവിൽ ഇതിനകത്ത് വേറെ തീ പിടിക്കാൻ വേറെ കാരണങ്ങളൊന്നുമില്ല. വണ്ടി കണ്ടീഷനിലാണ് എന്നാണ് പോലീസിൽ നിന്നും ഫോറൻസിക് വിദഗ്ധരിൽ നിന്നുള്ള ഒരു നിഗമനം. അത് മാത്രമല്ല ഇതിലെല്ലാം പെട്രോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണ് ഈ പെട്രോൾ ഇതിനകത്ത് വന്നത്? അത് മാത്രമല്ല ഇതിനകത്ത് പറയാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചു നാളായിട്ട് ഗർഭിണിയായതിനു ശേഷം മാത്രമാണ് ഈ സോന തന്റെ വീട്ടുകാരുമായിട്ട് ഇടപെടാൻ തുടങ്ങിയത്. അതിന് മുന്നേ തന്നെ റിജിലാൽ എന്ന് പറഞ്ഞവൻ ഈ സോനയെ തന്റെ ബന്ധുക്കളുമായിട്ട് ഒട്ടും അടുത്തിടപഴകാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കടുത്ത മാനസിക പിരിമുറുക്കം തന്നെയാണ് റിജിലാലിന്റെ വീട്ടിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നത്. കുറേയധികം പെൺകുട്ടികൾ ഇങ്ങനെ കടന്ന് മാനസിക ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ വിവാഹത്തിലൂടെ കലാശിച്ച് പിന്നെ അവർക്കൊന്നും മിണ്ടാൻ പറ്റില്ല. കമാന്നൊരക്ഷരം മിണ്ടാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഒരു കാര്യം എടുത്തു പറയാൻ വയ്യ. കാരണം ഇതെന്ന് വെച്ചാൽ വിവാഹത്തിന് മുന്നേ തന്നെ റിജിലാലിന്റെ സ്വഭാവം സോന മനസ്സിലാക്കിയതാണ്. അപ്പൊ ഈ പ്രേമിക്കുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത്, പ്രേമിക്കുന്ന സമയത്ത് പ്രേമത്തിന് കണ്ണും മൂക്കും വായും നാക്കും ഒന്നും ഇല്ലല്ലോ. അപ്പം അതാണല്ലോ ഏറ്റവും മുന്നിൽ കാണുന്ന ഒരു സംഭവം. അപ്പം അങ്ങനെ പറ്റിപ്പോയ ഒരു അബദ്ധമാണ്. പിന്നീട് വിവാഹം കഴിഞ്ഞിട്ട് വന്ന് ഭർത്താവുമായിട്ട് ജീവിച്ച് ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ട് ഇടപഴകുമ്പോഴാണ് പലതും നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പം ഒരു ചാട്ടത്തിന് എടുത്തു ചാടിയാൽ പല ചാട്ടത്തിന് തിരിച്ചു ചാടാൻ പറ്റത്തില്ല എന്നുള്ള ഒരു അവസ്ഥയാണ്. പക്ഷെ അത് കുറച്ചും കൂടെ പ്രായോഗികമായിട്ട് ബുദ്ധിപരമായിട്ട് പെൺകുട്ടികൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പം ഇതിനകത്ത് കാരണത്ത് ഷോർട്ട് സർക്യൂട്ട് അല്ല ഇതൊരു മരണ കാരണം. ഇതിനകത്ത് പെട്രോളിന്റെ സാന്നിധ്യമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഒരു CCTV ദൃശ്യം ന്യൂസ് 18 ചാനലുകൾ ഇത് സോനയുടെ ദൃശ്യങ്ങളാണ്. ഒരു പമ്പിൽ നിന്ന് ഒരു യുവതി കന്നാസിൽ അതായത് ജാറില് പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു ദൃശ്യം പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. നമ്മളത് നോക്കുന്ന സമയത്ത് അതൊരു 6 7 മാസം ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ട് തോന്നുന്നില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്ത് അത് സ്ഥിരീകരിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അത് സോന ജാറിൽ പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. അത് എത്രമാത്രം വാസ്തവമാണെന്ന് തോന്നില്ല. എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാത്തത് ഒരു 6 7 മാസം ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ നടക്കുന്ന പോലെയോ ആ ഒരു സ്ത്രീ ആണെന്നോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തൊക്കെയായാലും ഇങ്ങനെ ഒരു CCTV ദൃശ്യം കൂടെ മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഞാൻ ഈ സൈഡിൽ വെക്കാം. പിന്നെ ഈ സംഭവം നടക്കുന്ന സമയത്ത് 1-2 മണിക്കൂർ ഇവര് ടൗൺ മൊത്തം ചുറ്റി കറങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ സ്ഫോടനം നടക്കുന്ന സമയത്ത് ആ ചുറ്റിനും ആരുമില്ലായിരുന്നു. മാത്രമല്ല ആ സ്ഫോടനം നടക്കുന്ന സ്ഥലത്ത് അടുത്ത് വെള്ളത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്.
കണ്ടങ്ങൾ ഉറപ്പായിട്ട് അവിടെ വെള്ളം ഉണ്ടാവും. അപ്പം ഇതെന്താണ് റിജിലാൽ എന്ന് പറഞ്ഞ ഈ വ്യക്തി ആസൂത്രിതമാണോ പെട്ടെന്ന് ഓടിപ്പോയി എന്നാണ്, വെള്ളം തന്റെ ശരീരത്ത് തീ വളർന്നാലും പെട്ടെന്ന് എന്താണ് ഓടിപ്പോയി കെടുത്താനുള്ള ഒരു ശ്രമമാണോ, അതിൽ തന്റെ ഭാര്യയും കുട്ടിയെ ഉൾപ്പെടെ കൊല്ലാനുള്ള ഒരു വധശ്രമമാണോ ഇവിടെ നടന്നതെന്നുള്ള കാര്യത്തിൽ ദുരൂഹതയുണ്ട്. പിന്നെ മാത്രമല്ല ഇത് സെൻട്രൽ ലോക്ക് ആയിരുന്നു, വണ്ടി സെൻട്രൽ ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. അത് തീ പിടിച്ച സമയത്ത് സെൻട്രൽ ലോക്ക് ആക്കിയതാണോ അതോ ഈ റിജിലാൽ മനഃപൂർവ്വം സെൻട്രൽ ലോക്ക് ആക്കിയതാണോ എന്ന് അറിയത്തില്ല. പിന്നെ അത് മാത്രമല്ല അവിടെ കൂടി ഇരുന്നവർ പറയുന്നു ഈ റിജിലാൽ ഓടുന്ന സമയത്ത് കുറെ അധികം സമയം കഴിഞ്ഞിട്ടാണ് അതിനുള്ളിൽ വേറെ ആളുണ്ട് എന്ന് പറഞ്ഞിരുന്നത്. പിന്നെ അവിടെ ഈ രക്ഷാപ്രവർത്തനം വന്നിരുന്ന നാട്ടുകാർ തന്നെ പറയുന്നുണ്ടായിരുന്നു ആ കാറിനുള്ളിൽ നിന്ന് ഒച്ച അനക്കം ഒന്നും കേട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീക്ക് എന്തെങ്കിലും സഡേഷൻ വരാനുള്ള എന്തെങ്കിലും മരുന്ന് വല്ലതും കൊടുത്തിരുന്നോ എന്നൊന്നും അറിയത്തില്ല. അപ്പം എന്തൊക്കെയാണ് ഇതൊക്കെയാണ് ദുരൂഹതകൾ നിറഞ്ഞിരിക്കുന്നത്. ഇത് കൊലപാതകം തന്നെ ആയിരിക്കും എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അപ്പം ഈ പോലീസുകാരുടെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു ആരോപണം തന്നെയാണ് വരുന്നത്. അപ്പൊ എക്കായാലും 60% പൊള്ളലോടെ റിജിലാൽ ഇന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പിന്നെ ഗ്ലാസ് ബ്രേക്ക് ചെയ്താണ്, അതായത് വണ്ടിയുടെ ഗ്ലാസ് ബ്രേക്ക് ചെയ്താണ് ഈ സോനയെ എടുക്കുന്നത്. സോനയെ എടുക്കുന്ന സമയത്ത് കുറച്ച് ജീവൻ ഉണ്ടെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വളരെ ദാരുണമായ ഒരു അവസ്ഥയാണ്. ഒരു 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് വയറ്റിലുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് അത്രയും ക്രൂരനായ ഒരു ആളാണോ റിജിലാൽ എന്ന് ചോദിക്കേണ്ടതുണ്ട്. ഇപ്പം ഈ റിജിലാൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അവിഹിതമുണ്ട് എന്ന തരത്തിലാണ് ഇപ്പം ബന്ധുക്കൾ ആരോപിക്കുന്ന ഒരു കാര്യം. പലതവണയായിട്ട് ഇവര് വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഭാര്യ ഈ സോന വണ്ടിയുടെ പിൻ സീറ്റിൽ ഇരുന്നതെന്ന് അറിയത്തില്ല. ഇനി അവർ സ്ഥിരമായിട്ട് അങ്ങനെയാണോ സഞ്ചരിക്കുന്നത്, അതിൽ ചിലവർ പിൻ സീറ്റിൽ ഇരുന്ന് സഞ്ചരിക്കാറുണ്ട്. അതൊക്കെ അന്വേഷിക്കണം. പിന്നെ ഇവർ ആശുപത്രി പോയിട്ട് പടക്കുന്ന വഴിയാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ സോന സ്വന്തം ബന്ധുവീട്ടിലായിരുന്നു, അവിടുന്ന് തിരിച്ചു കൊണ്ടുവന്നതായിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പൊ അതെല്ലാം അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ സിസ്റ്റം ഇപ്പൊ വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിനൊരു തീർപ്പ് ഉണ്ടാകുന്നത് തന്നെയാണ്. ഇപ്പം എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങൾ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഇപ്പോഴത്തെ കാലത്ത് അത് നടക്കുന്ന കാര്യമല്ല. നിങ്ങൾക്കൊരു പാർട്ട്ണറെ ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ സ്വരച്ചേർച്ചയുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് അവരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പറഞ്ഞ് മനസ്സിലാക്കി ഡിവോഴ്സ് വാങ്ങുമെന്ന് മാത്രം ചെയ്യുക. അല്ലാണ്ട് ആരുടെയും ജീവൻ എടുക്കാൻ തുനിയാതെ എല്ലാവരുടെയും കൂടെ ജീവിതവും രണ്ട് കുടുംബങ്ങളുടെയും ജീവിതവും എല്ലാം പോകുന്ന ഒരു സാഹചര്യമാണത്. അപ്പൊ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ഇപ്പൊ എല്ലാവരും നമുക്ക് പറ്റിയില്ലെങ്കിൽ അങ്ങ് തീർത്ത് കളയാമെന്നുള്ള ഒരു മാനസികാവസ്ഥയിലൂടെയാണ് മിക്കവരും വരുന്നത്. അത് എന്തുതരം മാനസികാവസ്ഥയാണെന്ന് അറിയത്തില്ല. അപ്പം ഇതൊക്കെയാണ് വിഷയങ്ങൾ. അപ്പൊ കൂടുതൽ അപ്ഡേഷൻ വരുവാണെങ്കിൽ നമ്മൾ കൂടുതൽ അറിയിക്കുന്നതായിരിക്കും. അപ്പം ന്യൂസ് കണ്ടിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതോടൊപ്പം എന്താണ് പറയാനുള്ളത്, ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ അതും കൂടെ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ. ചെയ്തു. ഇപ്പോൾ ഇതാ കാറിൽ പെട്രോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു. പെട്രോൾ എങ്ങനെ കാറിൽ വന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനി അന്വേഷണം കടക്കുകയാണ്. മാത്രമല്ല സോനയുടെ ബന്ധുക്കളടക്കം ഈ റിജിൻലാലിനെതിരെ രംഗത്ത് വരികയാണ്. ഈ ഒരു മരണത്തിൽ ദുരൂഹതയുണ്ട്, കരുതി കൂട്ടിയുള്ള കൊലപാതകമാണ് എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം സോനയുടെ അമ്മാവൻ സത്യൻ പ്രതികരിച്ചത്. അത് മാത്രമല്ല സോന ഭർത്തൃ വീട്ടിൽ ഒട്ടനവധി ദുരവസ്ഥകൾ നേരിട്ടിട്ടുണ്ടെന്നും അധിക ദിവസവും സോന അവിടെ പട്ടിണിയായിരുന്നുവെന്നും സോനയുടെ അമ്മ ബസന്ത കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയുണ്ടായി. മാത്രമല്ല സോനയുടെ ബന്ധുക്കളടക്കം ഇതേ പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ ഈ ഒരു അപകട മരണം എന്നതിൽ അതൊരു കൊലപാതകമാണോ എന്നൊരു സംശയത്തിലേക്ക് ബന്ധുക്കൾ പോവുകയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. ഈ പ്രണയ വിവാഹമായിരുന്നു സോനയും റിജിൻലാലും. അതിൽ വിവാഹത്തിന് മുമ്പ് തന്നെ റിജിൻലാല് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നതായിട്ട് സോന അറിയുന്നതും ബന്ധുക്കൾ നമ്മളോട് പറഞ്ഞതാണ്. സോന വിവരം അറിഞ്ഞ ഉടനെ തന്നെ ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. അതായത് വടകര റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും വടകര പോലീസ് ഇടപെട്ട് ആത്മഹത്യയിൽ നിന്ന് സോനയെ പിന്തിരിപ്പിക്കുകയുമായിരുന്നു. ശേഷം 3 വർഷം കഴിഞ്ഞ് ഇരുവരും വിവാഹിതരാകുന്നു. വിവാഹശേഷവും ഇവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സോനയ്ക്ക് മാതാവും ഒരു സഹോദരനുമാണ് ഉള്ളത്. ഇവരുമായിട്ട് ബന്ധം പുലർത്താൻ സോനയുടെ ഭർത്താവ് സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സോന വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഗർഭിണിയായ ശേഷം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് സോന വീട്ടുകാരുമായിട്ട് ബന്ധം പുലർത്തി വന്നത്. മാത്രമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സോന ഭർത്താവിന്റെ വീട്ടിൽ നിന്നും അമ്മയുടെ കൂടെ പാലേരിയിലെ വീട്ടിലായിരുന്നു താമസം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് റിജിൻലാൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. മാത്രമല്ല വിവാഹശേഷവും ഭർത്താവ് റിജിൻലാൽ തന്നെ ചതിക്കുകയാണ്. അദ്ദേഹത്തിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട് എന്ന് സോന കുടുംബത്തിൽ തന്നെ മറ്റൊരു പെൺകുട്ടിയോട് മൊബൈലിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിഷയങ്ങളടക്കം ഈ കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല സോനയുടെ ഈ കുഞ്ഞിന്റെ പിതൃത്വം അടക്കം റിജിൻലാലിന് സംശയം ഉണ്ടായിരുന്നു എന്നാണ് സോനയുടെ ബന്ധുക്കൾ പറയുന്നത്. ഈ അപകടം നടന്ന ദിവസവും റിജിൻലാൽ മദ്യപിച്ചിരുന്നു. എന്തായാലും ഈ സംഭവങ്ങളെല്ലാം തന്നെ ഈ ബന്ധുക്കളുടെ പ്രതികരണവും മറ്റു സാഹചര്യ തെളിവുകളും എല്ലാം തന്നെ ഇപ്പോൾ റിജിൻലാലിന് എതിരായിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ കൂടുതൽ ദുരൂഹതയുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസും ഉള്ളത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്.